ഒരു വലിയ കാര്യമായി പറയണ ഇന്റർവ്യൂവിൽ ഞാൻ നന്ദിയിൽ പോകാൻ വിചാരിച്ചതായിരുന്നു ബിരുദം കിട്ടാൻ. കെ ഉസ്താദിൻ്റെ കറാമത്തോണ്ട് ചിലപ്പോൾ പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. നന്ദി ദാറുസ്സലാമില്ല, നമ്മൾ മിനിയാന്ന് പരിപാടി കെ ഉസ്താദാണ് അവിടുത്തെ ആള്. അപ്പം അങ്ങോട്ട് പോകാൻ വിചാരിച്ച് നിൽക്കുമ്പോഴാണത്രേ അവിടുന്ന് 1-2 ആളെ പുറത്താക്കിടും. ഈ ആവശ്യമില്ലാത്ത പണിയെടുത്താൽ പുറത്താക്കുമല്ലോ. കെ ഉസ്താദാണ് പുറത്താക്കണത്, അപ്പോൾ അതിനനുസരിച്ച് ഉണ്ടാവുമല്ലോ. അങ്ങനെ പുറത്താക്കിയ ആളൊക്കെ ആൾ പറയണ്ട, അയാളെ ഞാൻ പറയില്ല. അങ്ങനെ പുറത്താക്കിയെന്ന് കേട്ടപ്പോൾ പിന്നെ എനിക്കാണ്ട് പോകാൻ തോന്നിയില്ല. കാരണം എനിക്ക് APLരോട് പറയാം, നിങ്ങളെ പ്രസംഗം എനിക്ക് കേൾക്കേണ്ടി വരും, അപ്പോൾ അവിടെ പോയാൽ നടക്കൂല, നിങ്ങളെടുത്ത് വന്ന ആണ്ടും പോവാന്ന്. അപ്പോൾ കെ ഉസ്താദ് ഒരു മോശം, ഇയാളൊരു വലിയ വിശാല, ഇതൊക്കെ ഉണ്ടാക്കി തീർത്ത് ഈ രൂപത്തിലാണ് ഇന്റർവ്യൂവിൻ്റെ കോലം. അതൊന്ന് വന്നോട്ടെ. പിന്നെ എൻ്റെ മനസ്സിൽ വന്നത് ശംസുൽ ഉലമ ഉള്ളത് ഇവിടെ നന്ദിയിലാണ്. അപ്പോൾ നന്ദിയിൽ പോകാൻ എൻ്റെ മനസ്സുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ SSFൻ്റെ എളിയ പ്രവർത്തകനായതുകൊണ്ട് ഉസ്താദിൻ്റെ കൂടെ തന്നെയും പല വേദിയിലും SSFൻ്റെ പ്രവർത്തകൻ എന്ന നിലക്ക് പങ്കെടുക്കാറുണ്ട്. അങ്ങനെ നന്ദിയിൽ പോകാൻ തീരുമാനിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് ഉസ്താദിൻ്റെ പ്രസംഗം കേൾക്കാൻ പോയി എന്ന കാരണത്താൽ ചേറൂർ അബ്ദുള്ള എന്ന ഒരു വിദ്യാർത്ഥിയെ നന്ദിയിൽ നിന്ന് ഒഴിവാക്കി എന്ന് കേട്ടു. അപ്പോൾ പിന്നെ എനിക്ക് ഉസ്താദിൻ്റെ കൂടെ പരിപാടി പങ്കെടുക്കാനൊന്നും കഴിയില്ലല്ലോ നന്ദി പോയാൽ. അതേ സമയത്ത് കെ ഉസ്താദിൻ്റെ കൂടെ ഒരു പരിപാടി പങ്കെടുക്കണമെങ്കിൽ ഉസ്താദ് അതിന് തടസ്സം ചെയ്യൂല എന്ന് എനിക്ക് ഒരു വിശ്വാസമുണ്ട്. കാരണം ഉസ്താദിൻ്റെ പെരുമാറ്റങ്ങളും സംസാരങ്ങളൊക്കെ അങ്ങനെയായി. എന്താ സോപ്പിടല്! കെ ഉസ്താദ് പുറത്താക്കുകയാണെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിനകത്തുള്ള കുരുത്തക്കേട് ഉണ്ടായിണ്ടാവും. ഏതായാലും ഇയാൾ വരുന്നുണ്ട് കണ്ടപ്പോൾ തന്നെ അതിന് കെ ഉസ്താദ് തടഞ്ഞതേക്കാറ്. ഇയാൾ ചെങ്ങായി ഇങ്ങോട്ട് വന്നിട്ട് ദാരിയുമായിട്ട് ഇടങ്ങാറാണ്ടാന്ന്. അതേതായാലും നന്നായി. അപ്പം ഈ രൂപത്തിൽ ശംസുൽ ഉലമ എന്ന് മോശമാക്കാണല്ലോ പോകേണ്ട ഉദ്ദേശിച്ചത്. ശംസുൽ ഉലമക്ക് അറിയാം ആരെ പ്രസംഗം കേൾക്കണം, കേൾക്കണ്ട, കേൾക്കാൻ പാടില്ലാത്തത് അത് കേൾക്കാതിരിക്കല്ലേ വേണ്ടി. അതൊക്കെ ആ രൂപത്തിൽ തന്നെ കൈകാര്യം ചെയ്ത ആളാണ് ശംസുൽ ഉലമ. ശംസുൽ ഉലമക്ക് ഇനിയിപ്പോൾ ഇവരെ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കണോ? ഒരിക്കലും വേണ്ട. പിന്നെ അവിടെ ആയാൽ എല്ലാ പ്രസംഗവും നടത്താൻ വെറുതെ നുണ പറയല്ലേ. നമ്മളെ മജ്‌ലിസിലേക്ക് ഇപ്പോൾ ഒരാൾ വന്നാൽ എങ്ങനെ ഉണ്ടാവും? ഒരാൾ ജാവിയയിലെ ഒരു പരിപാടിക്ക് വന്നാൽ ഒരു മൊയിലേരാണെങ്കിൽ നാടന്മാരെ പിന്നെ പോലെ എന്ത് ചെയ്യാനാ? ജോലിയിൽ നിന്ന് പുറത്താക്കാനൊന്നും കഴിയില്ലല്ലോ. എത്ര ഉസ്താദ്മാരെ നിങ്ങൾ പുറത്താക്കിയിട്ടുണ്ട്, എവിടെയൊക്കെ നിങ്ങൾ ഈ രൂപത്തിലുള്ള ഊരുവിലക്കുകൾ നടത്തിയിട്ടുണ്ട്, ബഹിഷ്കരണങ്ങൾ, എത്രയാണ് ഇതിൻ്റെ കഥകൾ. എന്നിട്ട് ആളാകുക. ഞങ്ങൾക്ക് തന്നെ എത്ര അനുഭവം പറയാണ്ട്. അപ്പൊ വെറുതെ എന്തോ പറയാ. ഞാൻ പറഞ്ഞു വരുന്നത് കെ ഉസ്താദിന്റെ ഒരു കാവൽ നന്ദി ദാറുസ്സലാമിനുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. ഇയാൾ അവിടെ എത്തിയില്ല എന്നുള്ളത്. ആ മുസീബത്ത് കടന്നാൽ പിന്നെ കാലഘട്ടത്തിന്റെ ദജ്ജാൽ വരല്ലേ. നിങ്ങളെന്താ ഈ പറയണത്? ആ സ്ഥാപനത്തിന് തന്നെ മോശമായി പോയില്ലേ? അവിടെ എത്തിയില്ലേ കാര്യങ്ങൾ? ഷഹാദത്തിൽ വരെ പ്രശ്നല്ലേ? അപ്പൊ ഇന്റർവ്യൂവിന്റെ ബാക്കിയും കൂടി വേഗം വരുത്തി അടുത്ത പരിപാടിക്ക് മുമ്പ് വന്നാൽ വളരെ നന്നായി. നിങ്ങൾ കൊണ്ടുവരി, ഓരോന്നും നിങ്ങൾ ചോദിച്ചു വെച്ചതൊക്കെ ഞങ്ങൾക്കറിയാം. കൊണ്ടുവരി, എന്നിട്ട് ഞങ്ങൾ ബാക്കി പറഞ്ഞുതരാം ഓരോന്നും. ചുരുക്കത്തിൽ ബാപ്പയോ മോനോ ഗുരുവോ ഗുരുവിൻ്റെ ആരും ആയിക്കോളായിരുന്നു ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അതിനൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. നീ കെട്ടിപ്പിടിച്ച് ഞങ്ങൾ ഒന്നാണ് പറഞ്ഞ് കരഞ്ഞോടി എന്നാലും പ്രശ്നമല്ല. ഞങ്ങളുടെ വിഷയം ആദർശമാണ്. അതാരുടെ ആദർശം? ശംസുൽ ഉലമയുടെ ആദർശം. അതാ ഞാൻ പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിൽ ശംസുൽ ഉലമയുടെ ആദർശം, ശംസുൽ ഉലമയുടെ മാർഗത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശം. റസൂൽ പഠിപ്പിച്ചതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശംസുൽ ഉലമ ഇവിടെ പഠിപ്പിച്ചത്. അത് തന്നെയാണ് അയിമ്മത്ത് പഠിപ്പിച്ചത്, അത് തന്നെയാണ് മഹാന്മാര് പഠിപ്പിച്ചത്. ആ പഠിപ്പിച്ചയിടത്ത് നിൽക്കുന്നുണ്ടോ ഇല്ലേ എന്നതാണ് ഞങ്ങളുടെ വിഷയം. അല്ല ഇപ്പൊ AP ഉസ്താദ് നല്ലത് പറഞ്ഞപ്പോൾ നമ്മൾ എടുത്തു പറഞ്ഞില്ലേ? ഹബീബും മെഹബൂബും പറഞ്ഞപ്പോൾ നമ്മളതിനെ എതിർത്തോ? അല്ലല്ലോ. മാലിക്കി എന്ന് പാടിയപ്പോൾ നമുക്ക് ഇഷ്ടമല്ലേ ഉണ്ടായത്? അതല്ലേ വേണ്ടത്. ഒരു പക്ഷം നോക്കിയല്ലേ നമ്മളെ വിഷയം. ശംസുൽ ഉലമ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ? അതിനോട് യോജിക്കുന്നു. അതാ ഞാൻ പറഞ്ഞു, നമുക്ക് ഇസമില്ല, ഇസല്ല. നമ്മൾ പറയുന്നത് ഇസ്സത്തിൽ പറയും. അത് സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്താ നോക്കണത്. അവിടെ വേറൊരു നോട്ടുമില്ല. അത് കൃത്യമായിട്ട് പറയും. അത് നിങ്ങൾ എവിടെ ഇടപെട്ടാലും പറയും. അതാരെയും നോക്കൂല. കാരണം ഞങ്ങൾക്കതിന് ഊർജം നൽകുന്നത് ഞങ്ങളുടെ മശായിഖുമാരാണ്. ഒറ്റ വാക്കും കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഇനി നബിദിന റാലികൾ നടക്കാൻ പോവാണ്.